ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി കരുതൽ തടങ്കലിൽ. കോതമംഗലത്ത് നിന്നാണ് അർജുനെ കരുതൽ തടങ്കലിലാക്കിയത്. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. ഇയാൾക്കെതിരെയുള്ള കേസുകളുടെ സ്റ്റാറ്റസ് കോതമംഗലം പോലീസ് പരിശോധിക്കുന്നു. നിതിൻ സേവ്യറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ സേവ്യർ, അർജുൻ ആയങ്കി പൊക്കിയല്ലോ, എന്താ കാര്യം? ഡോക്ടർ അരുൺകുമാർ, കോതമംഗലത്ത് നിന്നാണ് ഇയാളെ ഇപ്പോൾ കോതമംഗലം പോലീസ് തന്നെ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. താൻ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയതെന്നാണ് അർജുൻ ആയങ്കി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്കെതിരെയുള്ള കേസുകളുടെ സ്റ്റാറ്റസ്, നിരവധി സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ആ കേസുകളുടെ സ്റ്റാറ്റസുകൾ നിലവിൽ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ കുപ്രസിദ്ധ ഗുണ്ടയായ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിരുന്നു. നേരത്തെ കഴക്കൂട്ടത്തെത്തിയപ്പോഴും പോലീസ് ഇയാളെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇലക്ഷന്റെ റിസൾട്ട് നാളെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇയാൾ കോതമംഗലത്ത് എത്തിയത് എന്ന കാര്യം പോലീസ് വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ടത്. നിരവധി സ്വർണ്ണക്കവർച്ച കേസുകളിൽ പ്രതിയാണ്. ഒപ്പം തന്നെ 2017 BJP പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ്. ആ കേസിൽ ഇയാളെ കോടതി 5 വർഷം ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. പല കേസുകളിലും ജാമ്യത്തിലിറങ്ങി നടക്കുകയാണ് നിലവിൽ അർജുൻ ആയങ്കി. അതുകൊണ്ട് തന്നെ വിവിധ സ്റ്റേഷനുകളിലുള്ള കേസുകളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ആ സ്റ്റേഷനുകളിലൊക്കെ തന്നെ അർജുൻ ആയങ്കി നിലവിൽ കസ്റ്റഡിയിലുള്ള കാര്യം അവരെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഇയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം, ഇയാളെ മറ്റേതെങ്കിലും സ്റ്റേഷനിലേക്ക് കൈമാറണമോ അല്ലെങ്കിൽ വിട്ടയക്കണമോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുക. നേരത്തെ തന്നെ പലതവണ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ സൈബർ പോരാളിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അർജുൻ ആയങ്കി. പിന്നീട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായതോടെ പാർട്ടി തന്നെ ഇയാളെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള വളരെ കുപ്രസിദ്ധനായ ഒരു ഗുണ്ടയാണ് അർജുൻ ആയങ്കി. അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഇയാളെ കോതമംഗലത്ത് എത്തിയപ്പോൾ നിലവിൽ